നമസ്കാരം. നമ്മൾ എരുമേലിയിലേക്ക് പോകുന്ന വഴിയിലേ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പണ്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളൊരു ക്ഷേത്രത്തെ പറ്റിയുള്ള ഓർമ്മ എനിക്കുണ്ടായത്. ഇത് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിലാണ് നമ്മുടെ എരുമേലി എയർപോർട്ട് വരാനിരിക്കുന്നത്. ഇത് നമ്മുടെ KP യോഹന്നാൻ സാറിൻ്റെ എസ്റ്റേറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രമുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പണ്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതേ നമ്മൾ എരുമേലിയിലോട്ട് പോകുന്ന വഴിക്കുള്ള പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രമുണ്ട്. നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ചെറുവള്ളി എസ്റ്റേറ്റ്. അപ്പോൾ ഈ എസ്റ്റേറ്റിലാണ് നമ്മളെ എരുമേലി എയർപോർട്ടൊക്കെ വരുന്നത്. അപ്പം ഇവിടെ ഇത് പഴയ പുരാതനമായ ക്ഷേത്രമാണ്. പണ്ട് കാലത്ത് ഇവിടെ ഇത്രയും വികസിച്ചിട്ടില്ല എന്ന് വളരെ ചെറിയൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി ഡെവലപ്പായതിന് ശേഷം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാമേ. ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് 2 കിലോമീറ്റർ തിരിഞ്ഞ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പം ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ എസ്റ്റേറ്റെല്ലാം മരങ്ങളൊക്കെ മുറിച്ച് ചെറിയ റബ്ബറുകൾ വെച്ച് തുടങ്ങി. കടച്ചക്ക അതിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. റോഡിൻ്റെ വശങ്ങളിൽ നമ്മൾ സ്വന്തം റിസ്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് താഴോട്ട് പോവുക. ഇതാണ് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം. അപ്പോൾ ഇവിടെ 5 തീർത്ഥ കുളങ്ങളാണ് ഈ അരുവിയിലുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് പഞ്ചപാണ്ഡവർ വനവാസക്കാലത്ത് അവർക്ക് കുളിക്കാൻ വേണ്ടി കുത്തിയതാണെന്നാണ് ഈ കുളങ്ങളെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഈ കുളത്തിൻ്റെ മറുകര കിഴക്ക് വശത്തായിട്ടൊരു പേരാലും, ആ പേരാലിൻ്റെ ചുവട്ടിൽ അവർ ദേവിയെ പൂജിച്ചിരുന്ന, ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി ദേവിയെ അവരവിടെ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇന്നും നമ്മളും ആ വിശ്വാസം തന്നെ തുടർന്നു പോകുന്നത്. ഇപ്പം ഈ അരുവിയിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ തീർത്ഥക്കുളങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും ഒരു തീർത്ഥക്കുളം കുറച്ച് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു താഴെയായിട്ട്. ബാക്കിയെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ എസ്റ്റേറ്റിനോട് ഉള്ളിൽ കൂടെ ഒഴുകി വരുന്ന അരുവിയാണിത്. അപ്പോൾ ഈ അരുവിക്ക് ഏത് വേനൽക്കാലത്ത് ഈ അരുവി പറ്റാറില്ല. എപ്പോഴും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, മറുകരയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഞാനിവിടെ വരുമ്പോൾ 35 വർഷം 40 വർഷത്തോളം ആവുന്നു. അന്നൊക്കെ ഞാനിവിടെ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവിളക്കും ഒരു പിത്തള തളികയും ഒരു നിലവിളക്കും, ഈ വഴി കടന്നു പോകുന്ന ലോറിക്കാരും വണ്ടിക്കാരും മറ്റോ അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെ ഇറങ്ങും, കർപ്പൂരം കത്തിക്കും. അന്ന് ഈ അരുവിയിൽ കൂടെ നമ്മൾ നടന്ന് ക്രോസ് ചെയ്താണ് അങ്ങേ കരയ്ക്കെത്തുന്നത്. ഇന്നത്തെ പോലെ ഇത്രയും ഡെവലപ്പൊന്നും ആയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് മറുകരയിലെത്തി നമ്മൾ വെള്ളത്തിൽ കൂടെ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നടന്ന് അങ്ങേ കര എത്തുന്നത്. അവിടെ എത്തി വിളക്കും കൊളുത്തി കർപ്പൂരം കൊളുത്തി കാണിക്കയിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു പോരും. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് കുറേ വിളക്കുകളൊക്കെയായി, കുറേ കാര്യങ്ങളൊക്കെയായി, വരുന്നവരൊക്കെ ആൾക്കാരുടെ എണ്ണങ്ങളൊക്കെ കൂടി തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം, കാണിക്ക വഞ്ചിയായാലും നിലവിളക്കായാലും പിത്തളയായാലും ഓട്ടുവിളക്കായാലും എന്ത് സാധനമായാലും ശരി തന്നെ, ഈ സ്ഥലം വിട്ട് പുറത്തേക്ക് ആർക്കും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു മനുഷ്യനും ഈ സ്ഥലത്തു നിന്നുള്ള ഒരു സാധനവും എടുത്തുകൊണ്ട് പോകില്ല. എല്ലാം അവിടെ തുറസായ സ്ഥലത്ത് തന്നെ കിടക്കുകയായിരുന്നു. പിന്നീട് ഞാൻ പോകുന്ന സമയത്ത് അവിടെ ചെറിയ ഒരു ഹോണ്ടയുടെ ഒരു ജനറേറ്ററും ഈ പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളും നിലവിളക്കുകളൊക്കെ എണ്ണങ്ങൾ കൂടി വന്നപ്പോഴത്തേക്കിന് അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ചെറിയ നെറ്റടിച്ച് ചെറിയൊരു ഷെഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 10-15 വർഷമായെന്ന് തോന്നുന്നു ഞാനിവിടെ പോയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ പോകുന്ന സമയത്തും അവിടെ ദേവിയെ തൊഴുത് കാണിക്കയിട്ട് തിരിച്ചു പോരുന്നത്. അപ്പോൾ ഈ ആറിൻ്റെ മറുകരയിലാണ് ദേവി ഉള്ളത്. നമ്മൾ ഇങ്ങേ കരയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ദേവി സാന്നിധ്യം നമുക്ക് നല്ലതുപോലെ അനുഭവപ്പെടും. അത്ര മനോഹരമായൊരു സ്ഥലമാണ്. അപ്പം ഈ താഴെ എത്തിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴെവശത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ്ട് ഈ കാണുന്നതാണ് 5ാമത്തെ തീർത്ഥക്കുളം. അത് നമുക്കൊന്ന് കാണാൻ പറ്റും. വെള്ളം അവിടെയും കൂടുതലാണ്. വെള്ളം കുറവുള്ള സമയത്ത് വന്നാൽ ഈ 5 തീർത്ഥക്കുളത്തിലും വെള്ളം ഉണ്ടാവും. ആ 5 തീർത്ഥക്കുളവും പഞ്ചപാണ്ഡവർ കുത്തിയതാണെന്നും അവർക്ക് കുളിക്കാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടി കുത്തിയതാണെന്നാണ് സങ്കല്പം.
അങ്ങനെ അവർ ദേവീ സാന്നിധ്യം കണ്ട ആ പേരാലിൻ്റെ ചുവട്ടിൽ അവരവിടെ പൂജയും നടത്തി വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതേ കണ്ടില്ലേ, പാലൊഴുകി വരുന്നത് പോലുള്ള നല്ല മനോഹരമായ ഒരു കാഴ്ചയല്ലേ. ഇവിടെ അപകടങ്ങളൊന്നും തന്നെ ഇല്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇവിടെ വരാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ പാലത്തിന് താഴോട്ട് അരുവി ഒഴുകി പോകുന്ന കുറച്ച് താപ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല മണലടിഞ്ഞ നല്ല പഞ്ചസാര മണലടിഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ ഇറക്കി കുളിപ്പിക്കാം, വലിയവർക്ക് ഇറക്കി കുളിക്കാം. താപ്പോട്ട് പോയി കഴിഞ്ഞു. ഈ കാണുന്ന ഷെഡ് അത് തിരുമേനിക്ക് താമസിക്കാനും അവിടെ ക്ഷേത്രത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു ഷെഡാണ് അത്. ഇതിൻ്റെ മേളിലായിട്ടൊരു ഗോഡൗൺ ഉണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന ഒരു ഗോഡൗണാണ്. അവിടെ അവരുടെ ഗോഡൗണോ ഒരു മുറിയോ എന്തോ ഉണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റേജ് പോലെ ഒരു തളമാണ്. അപ്പോൾ ഈ തളത്തിൽ ദേവിയുടെ ദുർഗയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. വേറൊരു സ്വാമിയുടെ ഒരു സിദ്ധൻ്റെ ഒരു പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എസ്റ്റേറ്റിലെ ശബരിമലയ്ക്ക് അവരുടെ ലയത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ശബരിമലയ്ക്ക് പോകുന്ന സമയത്തും മറ്റുള്ള വീടുകളിൽ താമസിക്കുന്നവരും ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും ഒക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇരുമുടി കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ആ കാണുന്ന, പിന്നെ വല്ല ആത്മീയമായ മതപരമായ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ കണ്ട ആ ഒരു സ്റ്റേജ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഈ മണൽ കണ്ടില്ലേ, ഇവിടെ ഒന്നും അപകടകരമായ സ്ഥലങ്ങളൊന്നുമല്ല. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാം, കുട്ടികളെയും കൊണ്ടുവരാം, അച്ഛനമ്മമാർക്കൊക്കെ വന്ന് അവിടെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ദേവിയെ കയറി തൊഴിയിപ്പിക്കാം. അത്ര നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. മറ്റേ അട്ടയുടെയോ അങ്ങനെയുള്ള ഇതിൻ്റെ ഒന്നും ശല്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ എത്തണം, ദേവിയെ കാണണം. ഈ കാണുന്ന ഈ പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രം കണ്ട് തൊഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ വേറൊരു ക്ഷേത്രത്തിൽ കൂടെ പോകാൻ സാധിക്കും. ആ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിറകാലെ ഇട്ട് തരാം. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനേക്കാട്ടിൽ കൂടുതൽ ഐതിഹ്യമുള്ള ഒരു ശിവക്ഷേത്രമാണ്. അപ്പോൾ അതും ഇതിനെ പിന്നാലെ നമുക്കത് കാണാം. ദേ കണ്ടില്ലേ അരുവി, ഈ അരുവിയുടെ ആ മറുകരയിൽ കാണുന്നതാണ് ദേവീക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ വിഗ്രഹവുമില്ല, ക്ഷേത്രവുമില്ല. ഒരു അരയാലിൻ്റെ ചുവട്ടിലുള്ള ആരാധന മാത്രമാണ് ഇവിടുള്ളത്. ആ ആരാധന എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെക്കാളും വിഗ്രഹത്തെക്കാളും മഹനീയമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കയറി ഞങ്ങൾ റോഡിലെത്തുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും എരുമേലിക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോയിലും എന്തെങ്കിലും സംഭാഷണത്തിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.